ചോദ്യം: മുൻഗാമികൾ കേൾക്കാത്ത പല വാദങ്ങളുമായി ഒരു പറ്റം നുണയന്മാർ അവസാന കാലത്ത് വരുമെന്ന് ഹദീസ് ഉദ്ധരിച്ചത് ആര്? ഉത്തരം: മുസ്ലിം, വള്ളിം 1, പേജ് 10. ചോദ്യം: ഇസ്ലാമിലെ ആദ്യത്തെ വിഘടനവാദികൾ? ഉത്തരം: ഖവാരിജുകൾ. ചോദ്യം: അള്ളാഹുവിന് മാത്രമേ വിധി പറയാൻ അർഹതയുള്ളൂ എന്ന് ആദ്യമായി വാദിച്ചവർ? ഉത്തരം: ഖവാരിജുകൾ. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ശേഷം ഖിലാഫത്ത് അലി റളിയല്ലാഹു അൻഹുവിനാണ് അവകാശപ്പെട്ടത് എന്ന് വാദിച്ച് രംഗത്ത് വന്ന വിഭാഗം? ഉത്തരം: ഷിയാക്കൾ. ചോദ്യം: അള്ളാഹുവിന് അവയവങ്ങളുണ്ടെന്ന് ആദ്യമായി വാദിച്ചവർ? ഉത്തരം: മുജസ്സിമുകൾ. ചോദ്യം: ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വാദിച്ച വിഭാഗം? ഉത്തരം: മുഅ്തസില. ചോദ്യം: മുഅ്തസില വിഭാഗത്തിന്റെ സ്ഥാപകൻ? ഉത്തരം: വാസിൽ ഇബ്നു അത്വാ. ചോദ്യം: ഹുക്കൂമത്തെ ഇലാഹി എന്ന മുദ്രാവാക്യവുമായി രംഗത്ത് വന്നവർ? ഉത്തരം: ജമാഅത്തെ ഇസ്ലാമി. ചോദ്യം: ജമാഅത്തെ ഇസ്ലാമി രൂപീകൃതമായ വർഷം, സ്ഥലം? ഉത്തരം: 1941, ലാഹോറിൽ. ചോദ്യം: ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപകൻ? ഉത്തരം: അബുൽ അഅല മൗദൂദി. ചോദ്യം: ഗുലാം മുഹമ്മദ് ഖാദിയാനി വാഗ്ദത്ത മഹദിയാണെന്നും പ്രവാചകനാണെന്നും വാദിച്ച് രംഗത്ത് വന്ന മതം? ഉത്തരം: ഖാദിയാനിസം. ചോദ്യം: 19-ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ ഇറാനിൽ താൻ മഹദിയാണെന്നും പ്രവാചകനാണെന്നും വാദിക്കുകയും സർവമതസ്ഥവാദവുമായി രംഗത്ത് വരികയും ചെയ്തതാര്? ഉത്തരം: ബഹാഉല്ലാ. ചോദ്യം: ബഹാഉല്ലാ സ്ഥാപിച്ച മതം? ഉത്തരം: ബഹായിസം. ചോദ്യം: വഹാബിസത്തിന്റെ സ്ഥാപകൻ ആര്? ഉത്തരം: മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്. ചോദ്യം: നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർക്കുന്നത് കാളയെയോ കഴുതയെയോ ഓർക്കുന്നതിനേക്കാൾ ചീത്തയാണ് എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം: ഇസ്മായിൽ ദഹ്ലവി.